അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വാസികളോട് പറയണം, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. അതാകുന്നു അവർക്ക് പരിശുദ്ധി ലഭിക്കുന്ന മാർഗം. അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് ദൃഷ്ടികളെ നിയന്ത്രിക്കലാണ്. കാരണം ദൃഷ്ടി എന്നത്, കണ്ണ് എന്നത് ഹൃദയത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിലാകുന്നു. ഇത് പുരുഷന്മാരോട് മാത്രമല്ല, വിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം, അവരും അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ 6 കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി നൽകിയാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം. 6 കാര്യത്തിൽ ഗ്യാരണ്ടി നൽകിയാൽ സ്വർഗം ഗ്യാരണ്ടി നൽകാം. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം. സ്വർഗം ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിലോ ആ ഗ്യാരണ്ടിയിൽ ഒരു പ്രശ്നം വരുമെന്നർത്ഥം. ഗ്യാരണ്ടി നൽകപ്പെടുകയില്ല. ദൃഷ്ടികളെ നിയന്ത്രിക്കാത്തവന് സ്വർഗം ഗ്യാരണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവന്റെ കണ്ണുകൾ തന്നെ ധാരാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കരുത്. സ്വഹാബത്തിനുള്ളൊരു നിർദ്ദേശമാണ്. പക്ഷെ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ അധികവും വഴികളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അത് പറ്റി ഒഴിവാക്കാൻ കഴിയില്ലല്ലോ നബിയെ. അങ്ങനെ ഒരു നിലക്കും നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ വഴിക്ക് അതിന്റെ അവകാശം നിങ്ങൾ നൽകണം. അവർ ചോദിച്ചു, എന്താണ് വഴിക്ക് നൽകേണ്ടുന്ന അവകാശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞത് ഗദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തലാണ്. അവിടെ വഴിക്ക് നൽകുന്ന അവകാശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ മണ്ണിനോ ആ പാതക്കോ ആ റോഡിനോ അല്ല അവകാശം കിട്ടേണ്ടത്, അതിലൂടെ നടന്നു പോകുന്ന വ്യക്തികൾക്കാണ് എന്ന് ഈ ഹദീസിലെ ഓരോ പ്രയോഗവും മനസ്സിലാകും. അതിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ഒരവകാശമുണ്ട്. നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പുരുഷന്റെ അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ റോഡിന്, മണ്ണിന് പ്രത്യേകിച്ചൊരു അവകാശം ആവശ്യമില്ല. ആരെയും ഉപദ്രവിക്കരുത്. കാരണം ദൃഷ്ടികൾ സ്വതന്ത്രമായി വിടുമ്പോഴാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന ചിന്ത വരുന്നത്. അതാണ് ത്വരീഖിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ, ആരാണോ ത്വരീഖിലൂടെ നടന്നു പോകുന്നത് അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ താഴ്ത്തുക എന്നതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു.